അന്ന് ടീമിൽ എനിക്ക് കൗൺസിലിംഗ് തന്നത് റോസ്ലിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിയാണ്. ആ ആൻറ്റിയോട് ഞാൻ ചെന്നിരുന്നു. ആൻറ്റിക്ക് നേരത്തെ എന്നെ അറിയത്തില്ല. ആൻറ്റിയോട് ഞാൻ അന്നത്തെ എൻ്റെ രോഗാവസ്ഥ, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞു, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് തമ്പുരാൻ എന്നാ മെസ്സേജ് തരുന്നത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി പരിശുദ്ധ ബൈബിള് തുറന്ന് ആൻറ്റി ബൈബിള് വചനം എടുത്തിട്ട് ആൻറ്റി എന്നോട് ആദ്യത്തെ കുറച്ച് നേരം ആൻറ്റി വായിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ആൻറ്റി എന്നോട് ചോദിച്ചു, നിനക്ക് സൂസന്നെ അറിയാവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞുപോയി. കാരണം എൻ്റെ മാമോദിസ പേര് സൂസന്ന എന്നായിരുന്നു. ആൻറ്റിക്ക് കിട്ടിയത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം സൂസന്ന എന്ന് പറഞ്ഞുള്ള ഹെഡിങ്ങാണ് ആൻറ്റിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആൻറ്റി വചനം തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. ഞാൻ അറിയാതെ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. അപ്പോൾ ആൻറ്റി കരയുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാമോദിസ പേര് സൂസന്ന എന്നാന്ന് പറഞ്ഞിട്ടും ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ ആൻറ്റി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ബൈബിൾ ചുംബിച്ച് ബൈബിൾ അടച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, തമ്പുരാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയല്ലേടി, പിന്നെന്തിനാ